ദീപക് മരിച്ചു. ഐ എം സോ ഹാപ്പി. അപ്പൊ നിങ്ങൾ നെറ്റിയിരിക്കുമല്ലോ ഞാനെന്താ ഇത്രയും ഹാപ്പി എന്ന്. അതെ, എനിക്ക് ഭയങ്കര സന്തോഷം. നമ്പർ പ്ലേറ്റില് ഇൻഷൂർ ഞാൻ അടിച്ചു നോക്കി, ഇൻഷൂർ കഴിഞ്ഞതാ. ആരാണ് ഷിംജിത? ഷിംജിതയെ അറസ്റ്റ് ചെയ്തത് കുറെ ഏമാന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഷിംജിത കൊച്ചിനെ അറസ്റ്റ് ചെയ്തല്ലേ, വേണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏമാന്മാരൊക്കെ ഉണ്ടടെ, സ്വാഭാവികം. ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്യാനുണ്ടായിട്ടുള്ള ഏക കാരണം എന്തെന്ന് നിങ്ങൾക്കറിയാവോ? ഞാനും നിങ്ങളും ഒക്കെ തന്നെയാണ്. നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്നവരും നിങ്ങളെപ്പോലെ കമന്റ് ഇടുന്ന സാധാരണക്കാരായ നമ്മളെല്ലാവരും കൂടിയാണ് ഇവിടെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത്. അതാണ് അതിന്റെ സത്യാവസ്ഥ. അല്ലാണ്ട് ഇവിടെ അറസ്റ്റ് നടക്കത്തില്ല, ഒരു കോപ്പ് നടക്കത്തില്ലായിരുന്നു. നമ്മളെല്ലാം കൂടി ഇത് ചർച്ചാ വിഷയമാക്കി വലിച്ചു കീറി കൊട്ടിച്ച് നിങ്ങളുടെ ഓരോ കമന്റും നിങ്ങളുടെ ഓരോ പ്രതികരണവും പ്രതിഷേധവും ഒക്കെ തന്നെയാണ് ഇവൾ ഇന്ന് ഈ ജയിലിലെങ്കിലും എത്തിയത്. മാൻഡിലോട്ടെങ്കിലും പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നല്ല കാര്യം. പക്ഷെ തുടർന്ന് അങ്ങോട്ട് ഇവൾക്ക് ശിക്ഷ കിട്ടുമോ ഇല്ലയോ, അതാണ് അടുത്ത ചോദ്യചിഹ്നം. നമ്മൾ ഇവളെ അറസ്റ്റ് ചെയ്യാൻ ഈ കാണിച്ച ഈ ഒരു പ്രതിഷേധവും പ്രതികരണവും ഇല്ലേ, തുടർന്ന് അവൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും നമ്മൾ ഇതേപോലെ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ ഒരു നായിന്റെ മോളെ അങ്ങോട്ട് തുടർന്നും ശിക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നൈസായിട്ട് ഉരുപ്പോവും. ഇവൾക്ക് വേണ്ടിയിട്ട് വക്കീലുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ അപ്പോഴേ ആലോചിക്കാണ്, ഇതുപോലത്തെ ഒരു തന്തയില്ലാത്തവർക്കും വക്കീലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇവളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ട് വക്കീലടക്കം വരുന്നത് കണ്ടപ്പോൾ സ്വാഭാവികം, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ദുഡ് കിട്ടിക്കഴിഞ്ഞ് വക്കീലിലെ പണിയെടുക്കും. ഓക്കെ, വോട്ടവർ, അതങ്ങനെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ വക്കീലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവിടെ വേറെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഇവൾ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ കേരള പോലീസിന് ജീപ്പ് സ്വന്തമായിട്ട് ഇല്ലേ? ഒരു ക്വസ്റ്റ്യൻ. ഇനി കൊണ്ടുപോയ വണ്ടി ഷിംജിതയുടെ സ്വന്തം കാർ, AC ഒക്കെ ഇട്ടിട്ട് നമ്മുടെ രാജമാണിക്യത്തിൽ പറഞ്ഞതല്ല, നമുക്കിതിൽ പൊളപ്പ പാട്ടൊക്കെ ഇട്ട് AC ഒക്കെ കൊണ്ടുപോവാ, ആ സെറ്റപ്പിലാണ് കൊണ്ടുപോയത്. കൊണ്ടുപോയ വണ്ടിയില് കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതും പോരാഞ്ഞിട്ട് ഇൻഷുറൻസ് വണ്ടിക്ക് ഇല്ല. ഇങ്ങനെ കുറെ അധികം കാര്യങ്ങളുണ്ട്. കേരള പോലീസിന് ഇതുപോലത്തെ ഒരു നായിന്റെ മോളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ അറിയിക്കാണ്ട് മഫ്തിയിൽ വന്നിട്ട് കൊണ്ടുപോകേണ്ട ഒരു ഗതികെട്ട അവസ്ഥ. ഓക്കെ, ജനങ്ങൾ പ്രതിഷേധിക്കും, ചിലപ്പോൾ മണ്ണുവാരി അറിയും, കല്ലുവാരി അറിയും, കാറ് തുപ്പും. ഓക്കെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് പണി കുറഞ്ഞ് ആ ബോഡി എടുത്തോണ്ട് പോയാൽ മതിയല്ലോ. പിന്നെ ജനങ്ങൾ എതിർത്ത് കഴിഞ്ഞാൽ ഈ ജനങ്ങൾ കയറി ആക്രമിക്കണം എന്നൊന്നും ഞാൻ സാധാരണ പറയാറില്ല. അതങ്ങനെയാണ്, അത് ഒരു വയലൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. പക്ഷേ ഇതുപോലത്തെ നായിന്റെ മക്കളെ എന്ത് ചെയ്യണം നിങ്ങൾ പറ. ഇവളൊക്കെ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് ഭാരമായിട്ട്? ഇവള് ജീവിച്ചിരുന്നാലും ഇവള് നരയിക്കണം. അതിൻ്റെ പീക്ക് ലെവലിലുള്ള ശിക്ഷ ഇവൾക്ക് കൊടുക്കണം. ഇവളുടെ അമ്മച്ചിയുടെ റീലും എടുത്ത ഇതോടെ നിൽക്കണം. ഇനി ഇവൾ പുറത്തിറങ്ങിയാലും ഒരിക്കലും റീലും കോപ്പോട്ട് വരുമെന്ന് തോന്നുന്നില്ല. വന്നു കഴിഞ്ഞാൽ അവൾ വലിച്ചിരുന്ന നാട്ടിൽ പിച്ച് തുപ്പി എങ്ങറിയും. എന്തൊക്കെയായിട്ട് വന്നാലും ഇല്ലെങ്കിലും ഇവൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപേ മാക്സിമം അനുഭവിച്ച് തന്നെ പോണം. ഇവക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടുമെന്നും ഇവള് നൈസായിട്ട് ഊരിപ്പോകുമെന്നും കുറച്ച് സാധ്യതകളൊക്കെ വരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. കുറെ ഏമാന്മാരും കുറെ മേൽത്തട്ടിൽ ഇരിക്കുന്നവരും കുറച്ച് ഏജ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടിക്കൂടി പണി നന്നോണം എടുക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പണിയെടുക്കുന്നവരാരൊക്കെയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവരെയും വലിച്ചെറിയ ഒട്ടിച്ച് എക്സ്പോസ് ചെയ്യും. അത് വേറെ കാര്യം, അതങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ കുറച്ച് പണിയെടുപ്പ് ഇവളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. സത്യം പറയാമല്ലോടെ, നമ്മൾ ഈ യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നവരും നമ്മളെപ്പോലുള്ള സാധാരണക്കാരും നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരും കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും പ്രതികരണത്തിന്, ആ ഒരു പ്രതിഷേധത്തിന്റെ പവറാണ് ഈ ഷിംജിത എന്ന് പറയുന്ന ഇവളുടെ അറസ്റ്റ്. അല്ലെങ്കിൽ ഇതൊന്നും ഒരിടെ എത്താൻ പോകുന്നില്ല. ഈ അറസ്റ്റ് പോലും നടക്കത്തില്ല. എന്തിന്? ഈ ദീപകിന്റെ കൂട്ടുകാര് ദീപക് മരണപ്പെട്ട സമയത്ത് ഈ ഒരു വിഷയവുമായി സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോയപ്പോ അയാളും തട്ടിയല്ലോ എന്ന് പറഞ്ഞു വിട്ടു. കേസെടുക്കാനുള്ള വകുപ്പില്ല, കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ഈ പോലീസുകാർ വിട്ടത്. പിന്നെ ഇത് ഇത്രയും വലിയ ചർച്ചാ വിഷയമായി കുത്തിപ്പൊക്കി അടിച്ച് കിണ്ടി തൊലച്ച് പണ്ടാറക്കി നിലത്തെടുത്ത് അടിച്ചപ്പോഴാണ് ഇവൾക്കെതിരെ കേസെടുത്തത്. അത് ജനങ്ങളുടെ പ്രതിഷേധം. അതാണ് ഞാൻ പറയുന്നത്. ഈ ഏമാന്മാരൊക്കെ ഏതോ കൊലകൊമ്പന്മാരായിരുന്നാലും നമ്മൾ ജനങ്ങളെല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പ്രതിഷേധിച്ചാൽ ഏത് ഏമാന്മാരും മുട്ടുകുത്തി വീഴുമെന്നുള്ളത് കൺഫേമാണ്. അതിനുള്ള ഒരു എക്സാമ്പിളും കൂടിയാണ് ഈ ഷിംജിതയുടെ കേസ്. ഇവളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പലരും പല വഴിയും നോക്കി. പക്ഷെ എല്ലാം ചവിട്ടി ഉടച്ചുകൊണ്ട് അവൾ അവസാനം കുടുങ്ങി. ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. സ്വകാര്യ വാഹനത്തിലാണ് ഇവരെ കൊണ്ടുവരുന്നത്, ഒരു VIP ഒന്നുമല്ലല്ലോ. എങ്ങനെയാണ് എന്തെങ്കിലും വിവരങ്ങൾ?
അല്ല, ഇതിൽ ഇവരെ ഞങ്ങളെ പറയല്ലോ 10:30 മണിക്ക് ഇവർ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നു. ഇപ്പോൾ പോലീസ് കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇവിടെ മെഡിക്കൽ പരിശോധന നടത്തിയെന്ന് പറയുന്നു. അപ്പോൾ ഇത് ഒരു ദുരൂഹമായ സാഹചര്യമാണ്. സ്വകാര്യ വാഹനത്തിലാണ് ഇവരെ കൊണ്ടുവരുന്നത്. ഒരു VIP ഒന്നുമല്ലല്ലോ. അപ്പോൾ പത്രമാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയുന്നില്ല, പൊതുപ്രവർത്തകരോട് കാര്യങ്ങൾ പറയില്ല, SI CI അടക്കമുള്ള AC അടക്കമുള്ള ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ തുടക്കം മുതൽ ഞങ്ങൾ സംശയിച്ചതുപോലെ തന്നെ ഇവർക്ക് രക്ഷപ്പെടാനുള്ള, ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുകയാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അത്തരത്തിൽ ഇവർക്ക് ജാമ്യം കൊടുക്കാനുള്ള സാഹചര്യം പോലീസ് ഇപ്പോൾ കുന്നമംഗലം കോടതിയിൽ നേരിട്ട് ഹാജരാക്കുമെന്നാണ് പറയുന്നത്. സാധാരണ കേസ് രജിസ്റ്റർ സ്റ്റേഷനിൽ ഹാജരാക്കി ഇവിടുത്തെ ബീച്ചിലോ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് മെഡിക്കൽ നടത്തേണ്ടത്. അപ്പോൾ അതൊന്നുമില്ലാതെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്ന് ഇവരെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കി ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുകയാണെങ്കിൽ അതിൽ ശക്തമായ സമരങ്ങൾ നിർത്തം കൊടുക്കുന്നതാണ് ഈ അവസരം. VIP വൻ സെറ്റപ്പിലാണ് ഷിംജിതയെ കൊണ്ടുപോകുന്നത്. എന്റെ പുന്നാര മക്കളെ, ഇവളെ വിടത്തില്ല, ജനങ്ങൾ വിടത്തില്ല. ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാണ്ട് ജനങ്ങൾ വിടത്തില്ല. അവിടെ നാട്ടിലുള്ളവർ നാട്ടുകാരുടേതായ രീതിയിൽ പ്രതിഷേധങ്ങളും നമ്മളെപ്പോലുള്ളവർ നമ്മുടേതായ രീതിയിൽ പ്രതിഷേധവും, സാധാരണ ഈ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും അല്ലാണ്ട് വീഡിയോസ് ചെയ്യാത്തവർ നിങ്ങളുടേതായ പ്രതിഷേധങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. നമ്മളെല്ലാവരും പ്രതിഷേധിക്കണം. ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കിയിട്ട് നമുക്കിനി റെസ്റ്റ് മതി. ഇതുപോലത്തെ ഒരു ഷിംജിത മോളുകളും ഇനി ഉടലെടുക്കരുത്. ഇന്ന് ഇവളെ വെറുതെ വിട്ട് കഴിഞ്ഞ് നാളെ ഇതുപോലെ കുറെ എണ്ണം ഉടലെടുക്കും. അവരും വിചാരിക്കും, ഇതുപോലെ അപരാധം കാണിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന കുറെ അപരാധികൾ കാണുമല്ലോ, അവർ വിചാരിക്കും അപ്പം നാളെ കുഴപ്പമില്ല, ഒരു 10 ദിവസം ജയിലിൽ കിടന്നാലും ഇന്റർനാഷണൽ റീച്ച് കിട്ടും, സ്ഥിതിക്ക് അങ്ങനെ ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും അപരാധികൾ മുന്നോട്ട് വരും. അതുകൊണ്ട് ഇന്ന് ഇവളുടെ കാര്യത്തോടെ ഈ ഒരു വിഷയം അങ്ങ് തീരണം. ഇനി ഒരു ഷിംജിത ഇവിടെ ഉണ്ടാവരുത്, ഇനി ഒരു ദീപക്കും ഇവിടെ ഉണ്ടാകരുത്. ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മൾ ആണുങ്ങൾക്ക് മുഴുവൻ, ഈ ലോകത്തുള്ള എല്ലാ ആണുങ്ങൾക്കും വേണ്ടിയിട്ട് രക്തസാക്ഷിയായ ഒരു വ്യക്തിയാണ്. ഇനി ഒരു ദീപക് ഇവിടെ ഉണ്ടാവരുത്. അതും കൂടി നമ്മളൊന്ന് നോക്കണം. ഇവൾക്ക് മാത്രം അവളുടെ കാറ്, അവളുടെ അച്ഛൻ്റെ അച്ചാറ്, മാങ്ങണ്ടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇവളുടെ കാറിനെ പറ്റി കേൾക്കാം. നമ്പർ പ്ലേറ്റില് ഇൻഷൂർ ഞാൻ അടിച്ചു നോക്കി, ഇൻഷൂർ കഴിഞ്ഞതാ. കേരള പോലീസ് കാണുന്നില്ല ഇത്. ഇവിടെ പാവപ്പെട്ട പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട നെഞ്ചത്ത് കയറുന്ന കേരള പോലീസിന്റെ ഈ 2 രീതിയുണ്ടോ? ഇത് കോടതി അറിയണം. കോടതികളിലും ഇത് വ്യക്തമായി കോടതി കേസെടുക്കേണ്ടതാ. ശരി, ഓക്കെ. അതായത് ഇൻഷുറൻസ് കഴിഞ്ഞ കാറാണ്, കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊന്നും കേരള പോലീസ് കാണുന്നില്ലേ? കേരള പോലീസ് ഇതൊന്നും കണ്ണിൽ പെടുന്നില്ലേ? അതും പോട്ടെ, ഏത് കോത്താഴ്ത്തട ഇങ്ങനത്തെ ഒരു പരിപാടി ഇറക്കി. ഈ സ്ഥാനത്ത് ഒരു ആണായിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ കാറി കയറ്റി, സ്വന്തം കാറി കയറ്റി കൊണ്ടുപോകും. എന്തോന്നാ ഇവിടെ നടക്കുന്നത്? സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഇവിടെ നടക്കുന്നേ? സ്വന്തം കാറിൽ പ്രതിയെ കൊണ്ടുവന്ന് ഈ ലോകത്താദ്യമായിട്ടായിരിക്കും ഇങ്ങനെ നടന്നത്. മഫ്തിയിലൊന്ന് പിടിക്കുന്നു, ആരും അറിയാതെ അവളെ പിടിച്ചോണ്ട് നൈസായിട്ട് അവളെ സേവ് ചെയ്യാണ്. പോലീസുകാരടക്കം അവളെ സേവ് ചെയ്ത് അവളുടെ ദേഹത്ത് ഒരു പോറൽ പോലും വീഴാതെ നൈസായിട്ട് അവളെ സംരക്ഷിച്ചു കൊണ്ടുവരികയാണ്. നല്ല VIP സെറ്റപ്പിലാണ് അവളെ ഇവര് എല്ലാവരും കൂടി ടേക്ക് കെയർ ചെയ്യുന്നത്. കഷ്ടം, പരമ കഷ്ടം. ഇതുപോലത്തെ ഒരു കാവടിയൊക്കെ നിങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേരള പോലീസിന് അപമാനമാണ്. ഇനി ഇതുപോലെ ഒരു മുന്നാര മോൾ ഉണ്ടാവരുത്. നിങ്ങൾ ചിലപ്പോൾ അവളുടെ സംരക്ഷണം നോക്കുന്ന നിങ്ങളുടെ ജോലി ഭാഗമായിരിക്കും. എൻ്റെ പൊന്നു സാറന്മാരെ, അങ്ങനെ അങ്ങ് ജോലി പോയാലും പൊട്ടെന്ന് നോക്കിയാൽ ജനങ്ങൾ കയറി ഞരങ്ങി അത്രയും നല്ലത് അങ്ങ് കൂട്ടിക്കോ, അത്രയും നല്ലത്. നിങ്ങൾക്ക് ജോലി പറഞ്ഞല്ലോ, ഈ കേസ് അവിടെ അങ്ങ് ക്ലോസ് ആവുകയും ചെയ്യും. അടുത്ത ദിവസം തൊട്ട് ഒരു ചർച്ചയും കാണത്തില്ല, അതോടെ അങ്ങ് തീരുകയും ചെയ്യും. സത്യം, ഇവൾക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ വെറുതെ ഇരിക്കത്തില്ല. ഉറപ്പായിട്ട് നമ്മൾ ഇതിൻ്റെ അപ്പുറം ഇനിയും പ്രതികരിക്കും. ഇത്രയും പ്രതികരിച്ച് അവളെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഞങ്ങൾ ജനങ്ങൾക്ക് പറ്റിയെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇനി ഒരു ഷിംജിതകളും ഇവിടെ വേണ്ട 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 വേണ്ട. അതുകൊണ്ട് അത് ഒരു തീരുമാനമാക്കണം കേട്ടോ സാറന്മാര് കോടതിയിലൊക്കെ കൊണ്ടുപോകുമ്പം അതിനുള്ള വകുപ്പുകളൊക്കെ എഴുതി ചേർക്കണം. അല്ലാണ്ട് പൂപ്പോല ഇറങ്ങിപ്പോകാനുള്ള വകുപ്പൊന്നും എഴുതി ചേർത്ത് വിടരുത്. പണം വാരി ഇറങ്ങി കഴിഞ്ഞാൽ കണ്ണ് മഞ്ഞളിക്കല്ലേ സാറന്മാരെ. ഇത് എല്ലാ ആണുങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. സാറന്മാരും ആണുങ്ങളും ആണല്ലോ, നമുക്കും വീട്ടിലുണ്ടല്ലോ ആണുങ്ങൾ. ആ ചിന്ത എല്ലാവർക്കും ഉണ്ടാവട്ടെ. നാളെ അവർക്കും ഇതേ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അന്ന് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്ക് ആ വിഷമവും വേദനയും മനസ്സിലാവും. അല്ലാത്ത പക്ഷെ നമുക്കത് മനസ്സിലാവത്തില്ല. ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മുടെ കുടുംബത്തിൽ ഒരു അംഗമായിട്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വിഷമം നമുക്ക് മനസ്സിലാവും. അമ്മയുടെ അച്ഛൻ്റെ കണ്ണുനീര്, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കിയാൽ ഇങ്ങനത്തെ ഊളത്തനും തന്തയില്ലായ്മയും കാണിക്കത്തില്ല. ഇനി വേറൊരു പുന്നാരമാണ്. ഇവനെ തായിലും പൂവിലും മായിലും കുറഞ്ഞൊന്നും വിളിക്കാനില്ല. ഇവൻ ഈ മരിച്ചുപോയ ദീപകിനെ പറ്റിയിട്ട് വന്നിരുന്ന് പറയുന്ന കാട്ടപരാധം നിങ്ങൾ കേൾക്കണം. ഇവനുള്ള മറുപടി നിങ്ങൾ പറ, ജനങ്ങൾ പറ. ഈ പുന്നാരമോനെ എന്ത് ചെയ്യണം കേട്ടു നോക്കാം. അതെ, ദീപക് മരിച്ചു. ഐ ആം സോ ഹാപ്പി. അപ്പൊ നിങ്ങൾ നെറ്റിയിരിക്കുമല്ലോ, ഞാനെന്താ ഇത്രയും ഹാപ്പിയെന്ന്. അതെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലാതെ പക്ഷം വിക്ടിമാണ് എപ്പോഴും മരിക്കാറും, ക്രിമിനലാണ് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാറും. ഇയാൾ നാണം കെട്ടിട്ട് ചെയ്ത തെറ്റ് കുറ്റബോധം കാരണം അയാൾ മരിച്ചു. അതെ, അതിനെ
ഈ പുന്നാര മോൻ പറഞ്ഞു വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപക് ഇവിടെ തെറ്റ് ചെയ്തെന്നും അതിന്റെ കുറ്റബോധത്തെ തുടർന്നും ദീപക് സ്വയം ജീവനൊടുക്കുമെന്നാണ് ഈ നായിന്റെ മോൻ പറഞ്ഞു വയ്ക്കുന്നത്. എടാ, നിന്റെ തന്തയ്ക്കാണ് ഈ അവസ്ഥ ഉണ്ടായെങ്കിൽ നീ ഇങ്ങനെ പ്രതികരിക്കുമോ? നീ ഇങ്ങനെ പ്രതികരിക്കുമോ? നിന്റെ തന്തയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഓടി കടന്നു പോയെങ്കിൽ. ഇവിടെ ദീപക് തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യത്തില്ല, ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെ തെറ്റ് ചെയ്ത ഒരു വ്യക്തി തീർന്നു പോയാൽ നമുക്കൊന്നുമില്ല, അങ്ങനെ ഉള്ളവൻ തീരണമെന്ന് തന്നെയാണ് ഞാനും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ വീഡിയോ കണ്ടതിൽ ഒരു പോയിന്റിൽ പോലും ആ വ്യക്തി ഒരു രീതിയിലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാം, ദീപക് എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണെന്നും രക്തസാക്ഷിയാണെന്നും സകലമാന ആണുങ്ങൾക്കും വേണ്ടിയിട്ട് സ്വയം ജീവൻ എടുത്തുകൊണ്ട് പുതിയ ഒരു നിയമം തന്നെ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രക്തസാക്ഷിയായ വ്യക്തിയാണ് ഈ ദീപക് എന്ന്. ഇനി ഒരാണിനും ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലിയാട് നൽകിയ വ്യക്തിയാണ് ദീപക്. കേട്ടറ പുന്നാര മോനെ, നിന്റെ തന്തയ്ക്കാണ് ഇതേപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായെങ്കിൽ നീ ഇങ്ങനെ പറയത്തില്ല. കേട്ടാടാ. പിന്നെ നീ ആണാണോ പെണ്ണാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, വേഷം കെട്ടി വന്നിരിക്കുന്നതാണെന്നും അറിയില്ല. എന്തായാലും പുന്നാര മോനെ, അല്ലെങ്കിൽ പുന്നാരപ്പൂവും കൊടിയേ, നീ ആരാണെന്ന് അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ആൾക്കാർ കമന്റ് ചെയ്യുക. ഇവനെയൊക്കെ പോലുള്ള ഗാവടികളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക. ഇവനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ പുറത്തിട്ടിരിക്കുന്നത്? ഇനി ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. അപരാധി മക്കൾ ഇവനൊക്കെ വളർന്നു വരുന്ന വിപത്തുകളാണ്, വെറും വിപത്തുകൾ. ഒരു രീതിയിലും ഇവനെ ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് ലോറി ഉടമ മനാഫ്, അതുപോലെ തന്നെ അന്ന് ട്രക്ക് ഓടിച്ചിരുന്ന അർജുൻ മരണപ്പെട്ട സമയത്ത് റിനോയ് എന്ന് പറയുന്ന ഒരു നായിന്റെ മോൻ ഇതുപോലെ വന്നിട്ട് കുറെ സംഭവം കളിയാക്കിക്കൊണ്ടും പുച്ഛിച്ചുകൊണ്ടും, അതുപോലെ ചൂരൽ മലയിൽ നടന്നിട്ടുള്ള അപകടവുമായി റിലേറ്റ് ചെയ്തിട്ട് അന്നൊരു അധ്യാപകനെയൊക്കെ കളിയാക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് വീഡിയോ ചെയ്ത ഒരു പുന്നാര മോനായിരുന്നു റിനോയ്. അവനെ തപ്പി അന്ന് പോലീസ് ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള അപരാധി മക്കളെ സത്യം പറഞ്ഞാൽ നമ്മളങ്ങ് വലിച്ചു കീറി ഒട്ടിച്ച് സമൂഹത്തിൽ അങ്ങ് നാട്ടുകാർക്ക് ഇട്ടുകൊടുക്കുക. കാണണം, ഇവനെ പോലെയുള്ളവനെയൊക്കെ വഴി കണ്ടാലും തല്ലിയെടുത്ത് വെളിയിലെറിയണം. ഇവനെ ഒന്നും വച്ചേക്കില്ല. എന്തിനാണ് ഇങ്ങനെയുള്ള നാറുകൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഇത്രയും ചീഞ്ഞളിഞ്ഞ് ജീവിക്കുന്നത്? ഉളുപ്പില്ലടാ, ഉളുപ്പില്ല നിനക്ക്? ഒരു വ്യക്തി, നിരപരാധിയായ ഒരു വ്യക്തി തീർന്നപ്പോൾ ആ വീഡിയോ എടുത്തു വെച്ച് അതിനെ കണ്ട് സന്തോഷിക്കുന്ന നിന്നെപ്പോലത്തെ കാവടി മക്കൾ ഒരിക്കലും നീ ഒന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല, ഒരിക്കലും. കാരണം ആ വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിരപരാധി ആയിരുന്നത് കൊണ്ടാണ് അദ്ദേഹം അത്രയും മനംനൊന്ത് അങ്ങനെ ഒരു കടുംകൈ ചെയ്തത്. താനൊരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ ജനങ്ങൾ ക്രൂശിക്കുന്നു എന്നുള്ളൊരൊറ്റ ചിന്ത വെച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കടുംകൈ ചെയ്തത്. അതിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പറയുന്ന പുന്നാര മോള. നിനക്ക് അവളെ സപ്പോർട്ട് ചെയ്ത് അവളെ കെണ്ടി പിടിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നീ അവിടെ പോയി ഇരുന്നോ. ദീപക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയിട്ട് എന്തെങ്കിലും അപരാധം പറഞ്ഞു കഴിഞ്ഞാൽ പുന്നാരമാണ് നിന്നെയൊക്കെ വലിച്ചു കയറി ഒട്ടിക്കും. ഉള്ള കാര്യം പറയാം, ബാക്കി കേൾക്കാം. മൊത്തം കേരളം ഭയങ്കര ദുഃഖത്തിലാണ്. അതെ, ദുഃഖത്തിലാണ് മൊത്തം കേരളം. ഈ നാണം കെട്ട ക്രിമിനൽ മരിച്ചതിന്റെ പേരിൽ പറയുന്നത് കേട്ട ഇവന്റെ തന്ത ചത്തതുപോലെയാണ് അവൻ പറയുന്നത്. ഇവന്റെ പറച്ചിൽ അങ്ങനെയാണ്. എടാ നായി മോനെ, നീ അനുഭവിക്കും. നിന്നെ കിട്ടുകയാണെങ്കിൽ നാട്ടുകാർ ചിലപ്പോൾ പെരുമാറും. വീട്ടിന്റെ വെളിയിറങ്ങാതിരിക്കുന്നതായിരിക്കും നിനക്ക് കുറച്ച് ബെറ്റർ. ഇതൊക്കെ തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് കൊഴുപ്പുകൾ കാണിച്ചുകൊണ്ട് വായി തോന്നിയെ വിളിച്ച് പറഞ്ഞ് വല്ലവളുടെ മൂടും താങ്ങി നടക്കുന്ന കുറെ അപരാധി മക്കളാണ് ഇവനൊക്കെ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ തന്തയ്ക്ക് മുന്നേ പറഞ്ഞ ടീംസുകളാണ്, അല്ലാണ്ട് ഇവനൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ? ദീപക് എന്ന് പറയുന്ന വ്യക്തി എന്താണ് ചെയ്തതെന്ന്, എങ്ങനെയാണ് നിന്നതെന്നും ഈ പറയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടത് തന്നെയാണ്. ഒരുത്തി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കള്ള പരാതിയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇവള് സ്റ്റേഷനിൽ കേസ് കൊടുത്തെന്ന് പറഞ്ഞു. നീ അതൊക്കെ കണ്ടാടാ കിഴങ്ങ. അങ്ങനെ ഒരു പരാതി അവിടെ ചെന്നിട്ടില്ല. ഇവള് സ്റ്റേഷനിൽ ഒരു പോലീസുകാരെയും വിളിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ട് പോലുമില്ല. ബസ്സിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായത് അവിടുത്തെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല, കണ്ടക്ടറോ കിളിയോ ആരും അറിഞ്ഞിട്ടില്ല, ഡ്രൈവർ ആരും അറിഞ്ഞിട്ടില്ല, ബസ്സിലെ ക്യാമറയിലും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പുന്നാര മോള്, അപരാധി മോള് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഇതിൽ പരം നമുക്കിനി ഒന്നും വേണ്ട തിരിച്ചറിയാൻ വേണ്ടി. എന്തായാലും അവളുടെ കണ്ടന്റ്, അവളെ അപ്പന്റെ കണ്ടന്റ് ഇനി ഉണ്ടയിൽ നിന്നും കൊണ്ട് അകത്ത് വരുന്ന ഉരുട്ട ഉണ്ടയല്ല. അവിടെ ഇപ്പം നല്ല തീറ്റിയും ഉണ്ട്, ശമ്പളവും ഉണ്ട്. അതാണ് എനിക്ക് ഇതെല്ലാം യോജിപ്പില്ലാത്തത്. ജയിലിപ്പം നമ്മളെ വീട്ടിനേക്കാളും സൗകര്യത്തോടെയാണെന്ന് തോന്നുന്നു കൊണ്ട് നടക്കുന്നത്. എനിക്ക് അറിയാൻ പാടില്ല എന്തൊക്കെ അവസ്ഥകളെന്തോ, ദൈവത്തിനറിയാം. അപരാധി മക്കളും ഈ നാട്ടിൽ ക്രിമിനൽസ് കൂടി വരുന്നതും കുറ്റങ്ങൾ കൂടി വരുന്നതും ജയിലിൽ സൗകര്യങ്ങൾ കൂടും തോറുമാണ്. ഇതൊക്കെ എന്നും മാറുമെന്തോ. ഇവിടുത്തെ അവസ്ഥയാണ് അവസ്ഥ. നിരപരാധികളെ കൊണ്ടിട്ട് ശിക്ഷിക്കും, അപരാധികളെ പിടിച്ച് സേവാക്കുക. അപരാധിയെ സേവാക്കാൻ വേണ്ടിയിട്ട് തലപ്പത്തിരിക്കുന്ന കുറെ വേറെ മോഹന്മാര്. അത് അയാൾ മരിച്ചാൽ അയാൾ ചെയ്ത തെറ്റ് ശരിയായെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. എന്റെ പുന്നാര മോനെ, നീ പോടാ എണീറ്റ്. വായിരിക്കണ പച്ചത്തെറിവെല്ലാം കേൾക്കാണ്ട് വല്ല തേങ്ങയും കീരവത്തും അറിഞ്ഞിട്ട് തന്നെ സംസാരിക്കുന്നത്.
വായിക്കാത്ത എല്ലില്ലാത്തൊരു നാക്ക് കിടക്കണം എന്ന് പറഞ്ഞ് നിന്റെ തന്തര വരയിച്ച് നിന്റെ തന്തര പേര് നീ പറയില്ലല്ലോ. അതുകൊണ്ട് അവരായത്തരം പറയുന്നത് കുറച്ച് അടങ്ങ് കേട്ടാ. ഇവനെ പോലെയുള്ള നാറികളെ ഈ സമൂഹത്തിൽ വലിച്ചിട്ട് സത്യം പറഞ്ഞ് എടുത്തിട്ട് ഇടിച്ച് ചാമ്പേണ്ട കേസുകളാണ്. ഇവനൊക്കെ പോലെയുള്ളവന്മാരാണ് നാളെ വളർന്നു വരുന്ന ആപത്ത്, ഈ നാടിന് വിപത്തായിട്ട് മാറുന്ന കുറെ അപരാധി മക്കൾ. ഇതൊക്കെ ഏത് ലെവലിൽ എത്തുമെന്നൊന്നും നമുക്കറിയത്തില്ല. അത്ര അപരാധമാണ് ഇവനൊക്കെ വിളിച്ച് പറയുന്നത്. അത് നിങ്ങളുടെ മേലായിരുന്നെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആയിരിക്കുമോ റിയാക്ട് ചെയ്യുക? അയാളെക്കുറിച്ച് മരിച്ചു, അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും. തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്. അത് മരിച്ചാലും ജീവിച്ചാലും എന്ത് ചെയ്താലും. നോർമലി നമ്മൾ കാണാറ് വിക്ടിമാണ് മരിക്കാറും ക്രിമിനലാണ് എന്ത് ചെയ്യാറും. ഇവിടെ ക്രിമിനൽ മരിച്ചു, വിക്ടിം വിജയിച്ചു. വിക്ടിം വിജയിച്ചില്ല. നാണം കെട്ട കുറേ കേരളത്തിലെ ക്രിയേറ്റേഴ്സ് കാരണം അവർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഉറപ്പായിട്ട് നീതി ലഭിച്ചിരിക്കും. നിന്റെ തള്ളയൊന്നുമല്ലല്ലോ അവള്. നീ ഇത്ര എടുത്തിട്ട് അവളെ മൂട് താങ്ങേ. നിന്റെ തള്ള വല്ലോ ആണോ? നിന്റെ പറച്ചിലേറ്റ് കഴിഞ്ഞാൽ നിന്റെ തള്ളയെ പോലെ തോന്നുമല്ലോ. അമ്മാതിരി മൂട് താങ്ങി കൊടുക്കുകയല്ലേ. എടാ പുന്നാര മോനെ, നാണം ഉണ്ടാടാ നിനക്ക് അവളെ താങ്ങി ഇങ്ങനെ വിട്ടുകൊടുക്കാൻ. ഒരു പുന്നാര മോള് വന്നിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി ഒരു മനുഷ്യന്റെ ജീവിതവും ജീവനും എടുത്തിട്ട് നീ മറ്റേ അടുത്ത് വർത്താനം പറയുന്നത്. നിന്റെ തള്ളയെ പോലെയല്ലേ നീ ഇരുന്ന് സംസാരിക്കുന്നേ, ഉളുപ്പില്ലാത്തവനെ. സത്യം അവനൊക്കെ കായ് കിട്ടിയിരുന്നെങ്കിൽ. ഇങ്ങനെ ഒരു സ്ത്രീയെ എന്തൊക്കെയാണ് പറയുന്നത്. അനുഭവിച്ച വിക്ടിം ബ്ലെയിമിങ്. ഇത് നടന്നവർക്കേ അറിയത്തുള്ളൂ ഇതിൻ്റെ വേദന. തെറ്റ് ചെയ്യാണ്ട് കുറ്റപ്പെടുത്തുന്നത് സഹിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഏറ്റവും കഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ഒരു തെറ്റും ചെയ്യാണ്ട് നമ്മളെ കുറ്റപ്പെടുത്തുക. ഇവിടെ വിക്ടിമായിട്ട് അവരെ കുറ്റപ്പെടുത്തിയാൽ അപ്പോൾ എത്ര വേദന ഉണ്ടാകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അപരാധി മോനെ എണീറ്റ് പോ, വായിന്ന് പച്ച തെറി വിളിക്കും. അത് കേട്ടും കൊണ്ടിരിക്കാൻ നിനക്ക് ചിലപ്പോൾ താങ്ങിന്ന് വരില്ല. വിക്കി പോ. മൂട്ടേന്ന് വിരിഞ്ഞില്ല, അവൻ്റെ കേണ്ടി ഉണ്ടാക്കാൻ വന്നിരിക്കണവൻ. ആരടാ ഇവനൊക്കെ? എവിടെന്നാ ഇവനൊക്കെ വരുന്നത്? ഇതൊക്കെ ആരാ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അവരാതി മക്കള് ഓരോന്നായിട്ട് കുറ്റിയും പറിച്ചോണ്ട് വരുന്നു. മൊത്തം കേരളം മൊത്തം എനിക്കെതിരായി സംസാരിച്ചാലും എന്നെ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. നിയമപ്രകാരം എന്ത് ആക്ഷൻ എടുത്താലും കുഴപ്പമില്ല. ആ വീഡിയോയിൽ ക്ലിയറായി കാണാം. ക്ലിയറായി കണ്ണടച്ച് നോക്കുന്നവനെ ഒരിക്കലും കാണാൻ പറ്റില്ല. ഓക്കെ, ഉറങ്ങുന്നത് പോലെ അഭിനയിക്കുന്നവനെ എണിപ്പിക്കാൻ പറ്റൂല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. കണ്ണടച്ച് കണ്ടാൽ ഒരിക്കലും കാണത്തില്ല. ദാറ്റ് ലേഡി ഐ എം സോ ഹാപ്പി ടു സീ ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് ആയിരുന്നത്. ഇല്ലെങ്കിൽ ആ ഓരോന്ന് സ്ത്രീകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് ഇപ്പോൾ കുറേ പേര് പറയുന്ന ഒരു റീസണാണ്, അപ്പോൾ തന്നെ എന്താ റിയാക്ട് ചെയ്യാത്തത്, കേസ് കൊടുക്കാത്തത് എന്താ? കേസ് കൊടുത്താൽ എന്തൊക്കെ ആകുമെന്ന് നിങ്ങൾക്ക് അറിയാത്ത കൊണ്ടായിരിക്കാം. അറ്റ് ദി എൻഡ് ഈ കേസ് കൊടുത്ത ആളുടെ തലക്കാണ് ഇപ്പോൾ തന്നെ കാണുന്നില്ല. ആ സ്ത്രീ അനുഭവിച്ചിട്ട് ആ സ്ത്രീയെയാണ് കേരളം മൊത്തം പറയുന്നുണ്ട്. അയാൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്ത തെറ്റ് ഒരിക്കലും ഇല്ലാണ്ടാവത്തില്ല. മരിച്ചവൾ മരിച്ചു. ഇല്ലെങ്കിൽ ഈ സ്ത്രീയാണ് മരിച്ചതെങ്കിൽ ഈ വീഡിയോ ഇട്ടത് കൊണ്ടാണ് ഇയാൾ മരിച്ചത്. ഐ എം സോ ഹാപ്പി. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള നാണം കെട്ട ജീവങ്ങൾ മരിച്ചെന്നത് സന്തോഷം തന്നെയാണ്. ഇയാളെ പറഞ്ഞ് ഇനി എത്രയൊക്കെയോ സ്ത്രീകളുടെ ലൈഫ് ഹാപ്പിയായി. കുറേ പേർ അനുഭവിക്കേണ്ടത് ഇതിലൂടെ തീർന്നു എന്ന് നിങ്ങൾ ഹാപ്പി ആവുക. ഐ ഡോണ്ട് നോ ഇവരുടെ ഫാമിലിക്ക് എന്ത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഐ എം ഹാപ്പി. സത്യം പറയാലോ, ഇങ്ങനെയുള്ള നാണംകെട്ട വർഗ്ഗങ്ങൾ ഇനി വേണ്ട. ഈ നാണംകെട്ട നാറിയുടെ മോന്ത ഓർത്തു വെച്ചോ. ഇവനിൽ നിന്നും ഏതെങ്കിലും സ്ത്രീകൾക്ക് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടാവാൻ ഉള്ള എല്ലാ പോസിബിലിറ്റിയും ഞാൻ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു അപരാധി മോനാണ് ഇവൻ. അതുപോലെ ഇവൻ അവളെ മൂട് താങ്ങുന്നുണ്ട്. എടാ പുന്നാര മോനെ, നീ ആ വീഡിയോ എടുത്ത് വെച്ച് കാണ്. അവളെ സാമാനം കൊണ്ട് മറ്റേ ആളുടെ കൈമുട്ടിന് ബാക്കിൽ കൊണ്ട് വച്ചു കൊടുക്കുന്നു. നീ കണ്ണുണ്ടോ കൊതം കൊണ്ടാടാ കാണുന്ന? ഞാൻ പുന്നാരവനെ കായക്കിട്ടിന് ഉടച്ചു വിടായിരുന്നു അവനെയൊക്കെ. എനിക്ക് എവിടെന്നോ ബിക്കോസ് ഇനിയിപ്പോൾ നാളെ ഈ സ്ത്രീ എവിടെയെങ്കിലും അവരുടെ ജീവൻ എടുത്താൽ ഐ എം ഷെയിംഫുൾ ടു സേ ഈ കേരളം മൊത്തം ഈ വീഡിയോ ആക്കി എല്ലാവരും മാപ്പ് പറയേണ്ടി വരും. ആ സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിയാൽ ഈ കേരളം മൊത്തം മാപ്പ് പറയേണ്ടി വരും. അയാൾ മരിച്ചത് നല്ലതായി. ഈ സ്ത്രീക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ ഓരോരുത്തരായിരിക്കും അതിനുള്ള കാരണം. അതിൻ്റെ പേരിൽ നിങ്ങൾ മാപ്പ് പറയേണ്ടിയും വരും. നീ അവളെ അടിയിപ്പോയിരുന്നാൽ മതി, നമ്മളില്ല. അവൾ തീർന്ന അത്രയും സന്തോഷം. അവൾ തീർന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പം സന്തോഷിച്ചുകൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇടും. മനസ്സിലായ? അവൾ തീർന്നെന്നൊരു ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ
ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഇതുപോലത്തെ അപരാധികൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയില്ല. അത് തീർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഡാൻസ് കളിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തു എൻ്റെ സമാധാനത്തിന് കേട്ടാ. അതിൻ്റെ കൂട്ടത്തിൽ നീയും കൂടി തീർന്നെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം. ഇവരെ പോലുള്ള നായകൾ മരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. എനിക്കൊരിക്കലും ഒരാൾ മരണപ്പെടണമെന്ന് ഒരാഗ്രഹവുമില്ല. ഇതേപോലുള്ള ആൾക്കാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന നായകൾ, മനുഷ്യൻ കെട്ട ജീവികൾ എപ്പോഴും മരിക്കുന്നത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. അവർ കാരണം നല്ലവരായ മനുഷ്യർ മരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള നായകൾ മരിക്കട്ടെ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. ഇനി ഇയാൾക്ക് കേസ് കൊടുത്തിട്ട് എന്തെങ്കിലും നടക്കുന്നതെങ്കിൽ തന്നെ ഇയാൾ ജാമ്യത്തിലിറങ്ങി, പാരോളിലിറങ്ങി അയാളുടെ ലൈഫ് മൊത്തം എൻജോയ് ആക്കും. അല്ലെങ്കിൽ തന്നെ ഈ പോലീസൊക്കെ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് ഈ സ്ത്രീയെ കൊണ്ട് കംപ്ലയിൻറ്റ് വിഡ്രോ ചെയ്യിക്കും. എന്നിട്ട് ഇയാളെ മൊത്തം ഫ്രീ ആയിട്ട് ജീവിക്കാൻ അനുവദിക്കും. അപ്പോൾ ഇയാൾ ഇത് കൂടുതൽ ചെയ്യും. ഇനി കുട്ടികളെ വരെ എന്തും ചെയ്യും ഇയാളെ പോലത്തെ നാങ്കട്ട മനുഷ്യർ. അതിനേക്കാൾ ബെറ്റർ ഇയാൾ മരിക്കുന്നത് തന്നെയാണ്. നിന്നെ പോലെയും അവളെ പോലെയുള്ള അപരാധികളാണ് പലരെയും പലതും ചെയ്യുന്നത്. നീയൊക്കെയാണ് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് തന്നില്ലായ്മയും കാണിക്കുന്നത്. അവൾ കാണിച്ചത് കണ്ടില്ലേ, അതിന്റെ മറ്റൊരു വെർഷൻ, അതിന്റെ മെയിൽ വെർഷനാണ് നീ. വേറെ ഒന്നുമില്ല. കൂടിയ സീക്രമാ ഉണക്കിതാവത് കിടക്കി. കാത്തിരുന്ന് നീ കണ്ട, നിനക്ക് കിട്ടും, നിനക്ക് പണി വരും പുന്നാര മോനെ. വേണ്ടാന്ന് തന്നെ പറയണം ഇങ്ങനെയുള്ള നരമ്പ് രോഗികൾ. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റായി നിങ്ങൾ കാണാം. അയാൾ കൈ കൊണ്ട് കറക്റ്റ് ഇങ്ങനെ മുട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ആൾ പറയുന്നുണ്ട് അയാൾ ശ്രദ്ധിച്ചിട്ട് പോലും. ഇവൾ അത്ര ക്ലിയർ ആയിട്ട് ഇങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴും അയാൾക്ക് കണ്ടിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ എത്ര മാത്രം നാണം കെട്ട ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾ ആലോചിക്കണം. കണ്ടിട്ട് ആ സ്ത്രീ പറയുന്നത് പോലെ തന്നെയാണ്, ധൈര്യത്തോടെ ഇത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ കേരളത്തെ ഇതേ ജനങ്ങളുടെ മെന്റാലിറ്റി കൊണ്ടാണ്. ഇപ്പോഴും ഈ സ്ത്രീയെ പറയുന്ന ആൾക്കാരെ പോലത്തെ ആൾക്കാർ ഉണ്ടെന്ന് ധൈര്യം കൊണ്ട് തന്നെയാണ് അയാൾ ക്യാമറ കണ്ടിട്ടും അങ്ങനെ ചെയ്തത്. എന്നിട്ടും ഇയാൾ ഇങ്ങനെ കണ്ണിലിങ്ങനെ നോക്കുന്ന സീൻ ഞാൻ ഇവിടെ വെച്ച് തരാം. നോക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പലരും പല ന്യായീകരണവും കൊണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നാണമുണ്ടോ? നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലോ ഇങ്ങനെ സംഭവിച്ചത് എങ്കിൽ അയാൾ മരിച്ചാലും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമോ? പുന്നാര മോനെ, നീ ഏത് പുന്നാര മോനായാലും നിനക്കുള്ള പണി കിട്ടും. നീ പുറത്തിറങ്ങിയ ചിലപ്പോൾ നിന്നെ നാട്ടുകാർ പഞ്ഞിക്കിടും. സൂക്ഷിച്ചു പോകട്ടോ. ഏതോ AC റൂമിൽ ഇരിക്കുകയല്ലേ, ആ റൂമിൽ ഇരിക്കുന്നതായിരിക്കും പുന്നാര മോനെ നിനക്ക് നല്ലത്. നീ പുറത്തിറങ്ങരുത്. ഇവനെപ്പോലുള്ള അപരാധി മക്കളെ സമൂഹത്തിന്റെ മുന്നിലിട്ട് വലിച്ചിരിക്കുന്ന, ഒരാളുടെ മരണത്തിന് ആഘോഷിക്കുന്ന പുന്നാരമോൻ, അതും നിരപരാധിയായ ഒരു വ്യക്തിയുടെ, അല്ലാണ്ട് വല്ല അപരാധിയുടെ അല്ല. ഈ പുന്നാരമോളെ ചത്തിട്ടാണ് നീ ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഒരിക്കലും കുറ്റം പറയില്ല, സപ്പോർട്ടേ ചെയ്യത്തുള്ളൂ. പക്ഷേ ഒരു നിരപരാധിയായ ഒരു വ്യക്തി മരിച്ചതിന് നിന്നെപ്പോലുള്ള അപരാധി മക്കളെ എടുത്തു വെച്ചിട്ട് കളിയാക്കുമ്പോൾ അതിന് നീ മറുപടി പറയേണ്ടി വരും പുന്നാരമോനെ. ഇവന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു ഘട്ടമുണ്ടാവും. നിന്നെ കണ്ടുപിടിക്കട്ടെ, നിന്റെ സർക്കിൾ നോക്കട്ടെ. എന്തായാലും നിന്നെ കണ്ടിട്ട് വലിയ പ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കയ്യിലിരിപ്പും എനിക്ക് അത്ര വെടിപ്പായിട്ടും തോന്നുന്നില്ല. നോക്കാം നിനക്കുള്ള പണി തരാം. വെയിറ്റ് ഓൺ വാച്ച്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇവനുള്ള മറുപടികളും നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇവനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.